യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് വളരെ സജീവമായിട്ട് പങ്കെടുക്കാൻ നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുപുത്തൻ അഭിഷേകം നമ്മൾ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകം നിറയാൻ ആഗ്രഹിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. യേശുവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകവും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയിൽ ഞങ്ങളെ സ്നാനപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തുതി. പരിശുദ്ധാത്മാവേ, സഹായക ദൈവാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എഫേസോസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവം നമ്മുടെ മേൽ മുദ്രയിട്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അത് നമ്മുടെ മേൽ പതിച്ചിരിക്കുന്ന മുദ്രയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, നമ്മളെ വഴി നടത്തുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന പരിശുദ്ധാത്മാവിനെ അവഗണിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുവാൻ പാടില്ല. എഫേസോസ് 4:31 പറയുന്നു, സകല വിദ്വേഷവും
ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ആ വ്യക്തി വിദ്വേഷം, വെറുപ്പ്, അസൂയ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച ആളായിരിക്കണം. ഇന്ന് ശുശ്രൂഷ മേഖലയിൽ പകർച്ചവ്യാധി പോലെ കാണുന്ന ഒരു സംഭവമുണ്ട്. കടുത്ത അസൂയ. ശുശ്രൂഷകരെക്കുറിച്ച് അസൂയ പറഞ്ഞു പരത്തുക, അപവാദം പറഞ്ഞു പരത്തുക, ഇതിന് മുൻകൈയെടുക്കുന്നതും ചെയ്യുന്നതും ശുശ്രൂഷകർ തന്നെയാണ്. ഇത് വലിയ സങ്കടകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ വേദനിക്കുന്നു, ഒത്തിരി സങ്കടപ്പെടുന്നു. അത് ശുശ്രൂഷകരെക്കുറിച്ച് അപവാദം പറയുന്ന, അസൂയയുടെ കണ്ണുകളോടെ വീക്ഷിക്കുന്ന ആ ഒരു സ്വഭാവ ശൈലി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പ്, വിദ്വേഷം, അസൂയ, കടുത്ത കോപം, ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. എല്ലാ ശുശ്രൂഷകരെയും മാനിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാകണമെന്ന യേശു ആഗ്രഹിക്കുന്നത്. നമ്മളിൽ വിദ്വേഷവും വെറുപ്പും അസൂയയൊക്കെ ശുശ്രൂഷകരെക്കുറിച്ച് ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഈ ഒരു പാപത്തിൽ നിന്ന് നമ്മൾ പിന്മാറുക. ഇതിന് മറുവശമുണ്ട്. ഒരു വ്യക്തി തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു, നന്നായിട്ട് വചനം പറയുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വലിയ വിശ്വസ്തയോടെ ഉത്തരവാദിത്തോടെ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒത്തിരി സന്തോഷിക്കുന്നു. ആ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകനെതിരെ നമ്മൾ ആരോപണം പറയുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകനോട് നമ്മുടെ ഹൃദയത്തിൽ അസൂയയും വെറുപ്പും വിദ്വേഷവും ഉടലെടുക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. നമ്മുടെ കൂടെയുള്ള ശുശ്രൂഷകർ അല്ലെ മറ്റ് മിനിസ്ട്രികളുള്ള ശുശ്രൂഷകർ അഭിഷേകത്തിൽ ഉയരുന്നത് കാണുമ്പോൾ അവർക്ക് അഭിഷേകം കൊടുത്ത ദൈവത്തെ സ്തുതിക്കുവാൻ, അവരെ അഭിഷേകത്തിൽ വളർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ശുശ്രൂഷകർ ഹൃദയത്തിൽ നിന്ന് അസൂയയുടെ വിത്തുകൾ, വേരുകൾ പറിച്ചു മാറ്റുക. അസൂയ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മോശയുടെ മേലുള്ള ചൈതന്യം ദൈവം എടുത്ത് 72 പേരിൽ പകർന്നു. അവരെല്ലാവരും പ്രവചിച്ചു. കൂടാരത്തിലിരുന്ന എൽദാദും മെദാദും പ്രവചിച്ചു. ജോഷുവ ഓടി വന്ന് മോശയോട് ഇപ്രകാരമാണ് പറയുന്നത്, കൂടാരത്തിലിരുന്ന എൽദാദ് മെദാദ് പ്രവചിക്കുന്നു, അവരോട് പ്രവചനം നിർത്താൻ പറയുക. അവൾ മഹാപ്രവാചകനായ മോശ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിനാണ് അവരെക്കുറിച്ച് അസൂയപ്പെടുന്നത്? ദൈവത്തിൻ്റെ ജനമെല്ലാം പ്രവാചകന്മാരായി തീരണമെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എന്തിനാണ് അവരെക്കുറിച്ച് അസൂയപ്പെടുന്നത്? അവൾ ശുശ്രൂഷകർക്ക് വരങ്ങൾ നൽകുന്നത്, കൃപകൾ നൽകുന്നത് ദൈവമാണ്. അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ ശുശ്രൂഷാ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകമൊക്കെ നൽകി ദൈവമാണ് ഉയർത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുമ്പോൾ നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? അസൂയപ്പെടുന്ന ശുശ്രൂഷക, നിൻ്റെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞു, നിന്നിലെ കൃപ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആഴമായ തിരിച്ചറിവിലേക്ക്, ബോധ്യത്തിലേക്ക് നീ കടന്നു വരണം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ നീ സങ്കടപ്പെടുത്തരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
ഇനി പരിശുദ്ധാത്മാവ് ഒത്തിരി വേദനിക്കുന്ന മറ്റൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവിക സന്ദേശങ്ങൾ, വെളിപാടുകൾ, അത് നമ്മൾ അവഗണിക്കുന്നു, അത് തിരസ്കരിക്കുന്നു, അവ നമ്മൾ അനുസരിക്കുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ലീഡേഴ്സ് ആയിരിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് വേണ്ടി തരുന്നു. അത് നമ്മൾ അവഗണിക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ, നമ്മുടെ സ്വന്തം കാര്യത്തിനു വേണ്ടി, തൃപ്തിക്ക് വേണ്ടി നമ്മളത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, പരിശുദ്ധാത്മാവിനെയാണ് നീ അവഗണിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ അവഗണിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ നിർവീര്യമാവുകയാണ്. പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യരുത്. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ, വെളിപാടുകൾ, സന്ദേശങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തന്നോ, അത് നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന വഴിയിലൂടെ നമ്മൾ മുൻപോട്ട് പോകണം. നിൻ്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, മുൻപോട്ട് പോകുക, അല്ലെ വലത്തോട്ട് പോകുക, ഇടത്തോട്ട് പോകുക, അത് ചെയ്യണം, അല്ലെ അത് ചെയ്യണ്ട. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേട്ട് കൃത്യമായിട്ട് നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ശുശ്രൂഷ ജീവിതം ഏറെ അനുഗ്രഹമായിട്ട് മാറും. ശുശ്രൂഷ കൃപകളിൽ നമ്മൾ വളരും. പരിശുദ്ധാത്മാവ് നൽകിയ വെളിപ്പാടുകളെ ഒരിക്കലും നിങ്ങൾ തിരസ്കരിക്കരുത്, അവഗണിക്കരുത്. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിച്ചു കൊള്ളുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദൈവം തെരഞ്ഞെടുത്തവർ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 16-ാം വചനം പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ആ ദൈവം തിരഞ്ഞെടുത്തവർ, ദൈവം നിയോഗിച്ചവർ. ദൈവം തിരഞ്ഞെടുത്തവർക്കെതിരെ നമ്മൾ കരമുയർത്തുമ്പോൾ, ദൈവം തിരഞ്ഞെടുത്തവർക്കെതിരെ അല്ല ദൈവം നിയോഗിച്ചാക്കിയവർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അത് കേൾക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളോട് കണക്ക് ചോദിക്കും. ഒരിക്കലും ദൈവം തിരഞ്ഞെടുത്തവരെ അപമാനിക്കരുത്. ദൈവം തിരഞ്ഞെടുത്തവരെ നമ്മൾ ഒരിക്കലും വിമർശിക്കരുത്. അവരുടെ കരങ്ങളിലൂടെ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ ചിലരെങ്കിലുമൊക്കെ തകർന്നു പോയതിന് പിന്നിൽ ഇക്കാരണമുണ്ട്. ദൈവം നിയോഗിച്ചവർക്കെതിരെ അവർ കരമുയർത്തി, അവർ സംസാരിച്ചു, അപവാദം പറഞ്ഞു വരുത്തി, അനുസരിക്കാതിരുന്നു. അത് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ദൈവം നിയോഗിച്ചാക്കി, ദൈവം പ്രത്യേകമായിട്ട് നിയോഗിച്ച വ്യക്തികളുണ്ട്. ആ നിയോഗിക്കപ്പെട്ട വ്യക്തികളുടെ അധികാരത്തെ നമ്മൾ മാനിക്കുന്നില്ല, അധികാരത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്നില്ല. നിയോഗിക്കപ്പെട്ട വ്യക്തികളെ നമ്മൾ പുച്ഛിക്കുന്നു. നമ്മളൊന്ന് എളിമപ്പെട്ട് താഴ്മയോടെ നിൽക്കുവാൻ തയ്യാറാകുന്നില്ല. എന്തു സംഭവിക്കും? നിങ്ങളുടെ തന്നെ തകർച്ചയ്ക്കുള്ള വഴികൾ നിങ്ങൾ ഒരുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഒരിക്കലും ദൈവം തിരഞ്ഞെടുത്തവരെ അപമാനിക്കരുത്. അവരെ നമുക്ക് മാനിക്കാം, അവരുടെ ശുശ്രൂഷകളെ നമുക്ക് സ്നേഹിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മറ്റൊരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്, ദൈവത്തിൻ്റെ ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ തന്നിഷ്ടം പോലെ തൻ്റെ ബുദ്ധിയിലും കഴിവിലും ആശ്രയിച്ച് പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കാൻ കൃപ കിട്ടിയ എല്ലാ ശുശ്രൂഷകരും ആലോചനകൾ ചോദിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. സ്വന്തം ബുദ്ധിയിലും കഴിവിലുമൊക്കെ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അത് ശുശ്രൂഷ ജീവിതത്തിലെ തകർച്ചയുടെ
കാരണങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ ആലോചന ചോദിക്കണം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും, പറഞ്ഞു തരും, വ്യക്തമാക്കി തരും. അതനുസരിച്ച് നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ വഴികളിലെ എല്ലാ മാർഗ തടസ്സങ്ങളും ദൈവമായ കർത്താവ് മാറ്റിത്തരും. ദൈവത്തിൻ്റെ ആത്മാവിനോട് ആലോചന ചോദിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നിർത്തും. സങ്കീർത്തനം 32:8-9 വചനങ്ങൾ. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. കർത്താവിൻ്റെ ആത്മാവ് നിന്നെ ഉപദേശിക്കും. ആത്മാവ് നിന്നെ വഴി കാണിച്ചു തന്ന് നടത്തും. ഞാൻ നിന്നെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നോക്കുക, എൻ്റെ കണ്ണുകൾ നിൻ്റെ മേലുണ്ട്. എൻ്റെ കണ്ണുകൾ നിൻ്റെ മേലുണ്ട്. ഞാൻ എൻ്റെ ദൃഷ്ടി നിൻ്റെ മേൽ ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതായ നിർദ്ദേശങ്ങൾ, ആത്മാവ് തരുന്നതായ പ്രേരണകൾ നമ്മൾ നിസ്സാരമാക്കി കളയരുത്. നീ കുതിരയും കോവരകഴുതയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത്. കാരണം നീ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളെ, ആലോചനകളെ നിരസിക്കുമ്പോൾ നീ ബുദ്ധിയില്ലാത്തവനായിട്ട് മാറുകയാണ്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ നിൻ്റെ വരുതിയിൽ കുതിരയും കോവരകഴുതയും ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ നമ്മളെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ കർത്താവിൻ്റെ ആത്മാവ് നിയന്ത്രിക്കണം. ദൈവത്തോട് ആലോചന ചോദിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. ആമോസ് 3:7 പറയുന്നു, തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ അവിടുന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ല. തൻ്റെ ദാസനായ പ്രവാചകന്മാർക്ക്, താൻ തിരഞ്ഞെടുത്തവർക്ക്, നിയോഗിച്ചവർക്ക് ആത്മാവ് സ്വർഗത്തിൻ്റെ വെളിപ്പാടുകൾ നൽകി അനുഗ്രഹിക്കും. ഹോസിയ 12:10 ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനത്തിനുമേൽ ദർശനമരുളിയതും പ്രവാചകന്മാർ വഴി അന്യാപദേശങ്ങൾ നൽകിയതും ഞാനാണ്. പ്രവാചകന്മാർ വഴി അന്യാപദേശങ്ങൾ നൽകിയതും ഞാനാണ്. അപ്പോൾ അവിടുന്ന് പ്രവചനങ്ങൾ നൽകും, ദർശനങ്ങൾ നൽകും, അന്യാപദേശങ്ങൾ നൽകും. ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക്, തൻ്റെ ദാസന്മാർക്ക്, തൻ്റെ ശുശ്രൂഷകർക്ക് വെളിപാടുകൾ വ്യത്യസ്തമായ വിധത്തിലൂടെ നൽകും. സ്വപ്ന ദർശനങ്ങളുണ്ടാകും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ ശുശ്രൂഷകരിലൂടെ ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ നമ്മൾ പുച്ഛിക്കുക, നിസ്സാരവൽക്കരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കരുത്, പുച്ഛിക്കരുത്. പിതാവിനും പുത്രനുമെതിരായുള്ള പാപം ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ദൈവത്തിന് തനിക്കിഷ്ടമുള്ളവരിലൂടെ, തൻ്റെ ആത്മാവിനാൽ തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാതെ പുച്ഛിക്കരുത്, തിരസ്കരിക്കരുത്, അപമാനിക്കരുത്, അപവാദം പറഞ്ഞു വരുത്തരുത്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകത്തിനായി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങേ വേദനിപ്പിച്ചു, ഞങ്ങളോട് കരുണയാകണമേ, ഞങ്ങൾക്ക് മാപ്പ് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ധീരരും ശക്തരുമാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ,
കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മടുക്കാതെ ഞങ്ങളെ വഴി നടത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം. നടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകന്റെ പേര് രാധാകൃഷ്ണൻ. എവിടെ നിന്നാണ് വരുന്നത്? മാന്നാർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട അല്ലേ? എത്ര മക്കളുണ്ട്? ഒരു മോള്. രാധാകൃഷ്ണൻ എന്ത് പറ്റുക? എനിക്ക് 3 വർഷമായിട്ട് ഡിസ്ക് 2 ഡിസ്കിന് പ്രോബ്ലമായിരുന്നു. 3 വർഷമായിട്ട് ഞാൻ ആർമിയിലായിരുന്നു. അവിടുന്ന് ഡിസ്കിന് പ്രോബ്ലമായിട്ട് ടെൻഷനായിട്ട് വന്നു. 3 വർഷം. രാധാകൃഷ്ണന് ആർമിയിലായിരുന്നു, പട്ടാളക്കാരനായിരുന്നു. നടുവ് ഡിസ്കൊക്കെ പോയിട്ട് തിരിച്ചു നടുവ് ഡിസ്കൊക്കെ പോയിട്ട് വയ്യാത്ത അവസ്ഥയിൽ തിരിച്ച് അവിടെ നിന്ന് പോകുന്നതാണ്. 3 വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. കൊല്ലത്തും പോയി തിരുമിക്കുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതുകൂടാതെ തിരുവനന്തപുരത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതായത് രാധാകൃഷ്ണൻ പല സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. ആയുർവേദം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് പോയി. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി. ഇവിടെ തുരുത്തം ഇപ്പം കിടപ്പായിരുന്നു. അമൃതായിൽ പോയി അവിടെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അത് എല്ലായിടത്തും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. എല്ലായിടത്തും ഓപ്പറേഷൻ പറഞ്ഞിരിക്കാം. ആ തീർത്തും വയ്യാത്ത അവസ്ഥയിലായിരുന്നു, കിടപ്പായിരുന്നു. ഇവിടെ കണ്ടോ, ആള് കിടപ്പിലായിരുന്നു. 3 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് രാധാകൃഷ്ണൻ. ഇപ്പോൾ 1 മാസമായിട്ട് ഞാൻ ഇവിടെ കോട്ടയത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് ജോൺ ഡോക്ടറിനെ പോയി കണ്ടു. കിടന്നു തന്നെയാണ് എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടില് കട്ടിലെ കിടന്നുകൊണ്ട് തന്നെയാണ് രാധാകൃഷ്ണൻ തൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് 5 മിനിറ്റ് കൂടുതൽ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും നടക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ എനിക്ക് ഒരുമാതിരി നടക്കാൻ പറ്റുന്നുണ്ട്. രാധാകൃഷ്ണൻ ഒന്ന് കുനിഞ്ഞ യേശുവിന്റെ നാമത്തിൽ കുനിയട്ടെ, കർത്താവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിവർന്നേ യേശുവേ, നിവർന്നേ. തിരിച്ചോ, 2 സൈഡ് തിരിച്ചോ ധൈര്യമായിട്ട് യേശുവിന്റെ നാമത്തിൽ തിരിയട്ടെ. കാല് വലിച്ചു കുടഞ്ഞേ, മറ്റേ കാല് വലിച്ചു കുടഞ്ഞേ. ഇരുന്നേ, നടുവിന് വില കൊടുത്ത് എണീക്കട്ടെ. എഴുന്നേറ്റെ, കരമണിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. രാധാകൃഷ്ണൻ ഓടിക്കുക, അങ്ങോട്ട് പടയ്ക്ക് കുത്തിക്കോ, ഓടട്ടെ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നെ 1 വർഷം കൊണ്ട് ഇവിടെ ഒരു സിസ്റ്ററിൻ്റെ ഇവിടെ ആംഗ്ലയുടെ അളിയാണ്. പുള്ളി തിരുവനന്തപുരത്താണ്. പുള്ളിയാണ് എന്നെ കൊണ്ട് ആശുപത്രിയിൽ പോയതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജെല്ലാം കൊണ്ട്. കുഞ്ഞാനും ഇവരാനും ഓടാനും എല്ലാം പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ചേച്ചി ഒന്ന് പറഞ്ഞേ, ചേച്ചിനെ കൊടുത്തേ. എൻ്റെ പേര് ശോഭ. ഞാൻ 3 വർഷം കൊണ്ട് ചേട്ടനെ കൊണ്ട് നടക്കുവാണ്. ആയുർവേദം ഇഷ്ടം പോലെ ചെയ്തു. ഇപ്പോൾ 1 മാസം കിടപ്പിൽ തന്നെ ആയിരുന്നു. അത് കിടന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ച് എനിക്ക് വരാൻ ആദ്യം മടിയായിരുന്നു. പിന്നെ ഞാൻ കൂടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇത്രയെങ്കിലുമൊക്കെ മാറ്റം വന്നു കഴിയുമ്പോൾ എനിക്കും അതിലോട്ടൊരു സന്തോഷമായി, വിശ്വാസമായി. രാധാകൃഷ്ണൻ ഈശോ തൊട്ടു, സന്തോഷമായി അല്ലേ? രാധാകൃഷ്ണൻ കുഞ്ഞു ദൂരത്തൊക്കെ കാണിച്ചേ. ഇവരുടെ എന്ത് വേണം ചെയ്തു, ചെയ്യാൻ പറ്റാഞ്ഞൊക്കെ ചെയ്തു രാധാകൃഷ്ണൻ. യേശു തൊട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം പറയുന്നു, ദൈവത്തിന് മുഖനോട്ടമില്ല.
ദൈവം എല്ലാവരുടെയും പിതാവാണ്. യേശു ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണ്, മാനവരാശിയുടെ രക്ഷകനാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാ മനുഷ്യൻ രക്ഷിക്കാനാണ്. അവന് മുഖനോട്ടമില്ല, അവന് ജാതി നോട്ടമില്ല. ആര് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നുവോ അവന് ഒരു വ്യത്യാസവും കൂടാതെ അവരെ തൊടും, അവരെ സൗഖ്യമാക്കും, അനുഗ്രഹിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാധാകൃഷ്ണന്റെ ഈ സൗഖ്യം. ഹല്ലേലൂയ! കരമുയർത്തി അടിച്ചേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. രാധാകൃഷ്ണൻ സന്തോഷമായി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ ജീവിതകാലം വരെ അങ്ങേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ സ്വന്തമായി രാധാകൃഷ്ണനും ഭാര്യയും ഒരു മോളോ മോളുടെ പേരെന്താ? അഞ്ജു. പഠിക്കുന്നു 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ മോള് പഠിക്കുന്നു. വീട് എവിടെ നിന്നാ പറഞ്ഞേ? മാന്നാറെന്നാ വന്നത്. സന്തോഷം അല്ലേ? എല്ലാവരും ഇന്ന് കരമിച്ച് പിടിച്ച നമുക്ക് ഈ കുടുംബത്തിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കർത്താവായ യേശുവെ, ഞങ്ങളെല്ലാവരും വലിയ സ്നേഹത്തോടെ രാധാകൃഷ്ണനെയും ഭാര്യയും മോളെയൊക്കെ സമർപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.